5 വഖത്തിലും എൻ്റെ മക്കളെ നന്നാക്കണേ അല്ലാ, എൻ്റെ കുട്ടികളെ നന്നാക്കണേ അല്ലാ, എൻ്റെ മക്കൾക്ക് നല്ല ഭാവി കൊടുക്കണേ അല്ലാ. 5 വഖത്തിലും മുസ്ലിമീങ്ങളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? പിടച്ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണം, അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ കണ്ടോ, ഈ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഉമറാക്കളുടെ സഹായത്തോടുകൂടെ ഈ മഹത്തായ മജ്‌ലിസ് ഇതുപോലെ നടത്തി. ഈ മജ്‌ലിസിൽ കൂടുമ്പോൾ ഫുട്ബോളിന്റെ ഹരമാണ്, ഫുട്ബോളിന്റെ ലഹരിയാണ്. അതിലൂടെ 10,000 മുടക്കിയിട്ട് ഫ്ലെക്സുകളും മറ്റും നമ്മുടെ കുട്ടികളുടെ പ്രായത്തിലുള്ള മക്കൾ 10,000 മുടക്കി രാത്രി 2 മണിയും 3 മണിയും 4 മണിക്കും ഉറക്കമടിച്ചുകൊണ്ട് റോഡരികൂടെയും മറ്റും കടകളുടെ ചാരത്തും വരാന്തകളും ഇരുന്നു കൊണ്ട് വാട്സപ്പിലൂടെയും മറ്റും അതുപോലെ മറ്റു വിഷയത്തിലൂടെയും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടച്ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണം, അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. മക്കൾ പാവങ്ങളാണ്, നമ്മുടെ കുട്ടികൾ സാധുക്കളാണ്. അവരെ മോശമാക്കിയത് കൊണ്ടായില്ല. ഒരു 20 കൊല്ലം മുമ്പ് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഏത് ബസ്സിലാണ് സഹോദരങ്ങളെ ടെലിവിഷൻ ഉണ്ടായിരുന്നത്? ഏത് ട്രെയിനിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത്? നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്. നമ്മുടെ മക്കൾക്ക് എത്ര മണിക്കൂർ കണ്ണടച്ചിരിക്കാൻ കഴിയും? നമ്മുടെ കുട്ടികൾക്ക് എത്ര മണിക്കൂർ ചെവിടുമൊത്തിരിക്കാൻ കഴിയും? സാധുക്കളാണ്. പക്ഷേ ആ മക്കളെ മോനെ മോളെ എന്ന് വിളിക്കേണ്ടുന്ന ഉമ്മയും ഉപ്പയും അവർക്ക് പോലും ശ്രദ്ധ കുറയുകയാണ്. പഴയകാലത്ത് 4 മണിക്ക് സ്കൂൾ വിടുന്നുവെങ്കിൽ 4:30 മണിക്ക് വീട്ടിലെത്തിയില്ല. വാപ്പയുടെ മനസ്സ് പതറുന്നു, ഉമ്മാന്റെ മനസ്സ് അതിരെ തളരുന്നു. മോളെവിടെ? മോള് വൈകിയല്ലോ, മോന് വൈകിയല്ലോ. രാത്രി 3 മണി 3:30 മണിക്ക് റോഡരികിലും കടകട ചാരത്തും ഇരിക്കുമ്പോ എന്റെ മക്കൾ എവിടെയാ ഉള്ളതെന്ന് വീട്ടിൽ സുഖമായി കിടക്കുന്ന മാതാപിതാക്കൾക്ക് പോലും നോക്കാൻ സമയമില്ലാത്ത മലയാള മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിടച്ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണം, അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. നമ്മുടെ കുട്ടികളെ 5 വഖത്തിലും ദുആ ചെയ്യണം. പിടക്കുന്നെന്ന് കണ്ടാൽ വീണ്ടും ദുആ ചെയ്യണം, കൈപിടിക്കണം. മാത്രമല്ല അല്ലാഹുവിനെ തവക്കുലാക്കുകയും വേണം. ഇന്നലെ വഅദ് കഴിഞ്ഞ് ദർസിലേക്ക് പോകുന്ന സമയം 2:30-3 മണി കഴിഞ്ഞ സമയത്തും 10-15 കുട്ടികൾ, അതിൽ ഏത് കുട്ടികൾ അറിയോ? 10ാം ക്ലാസ്സിൽ പോലും എത്താത്ത മക്കള് രാത്രി 3 മണിക്കൊക്കെ റോഡിൽ ഇരുന്ന് അവർ എന്തോ ഒരു ഹരം, ഫുട്ബോളിന്റെ ഹരമോ എന്താരമോ ഞാൻ വിമർശിക്കുകയല്ല, പക്ഷേ നമ്മുടെ മക്കൾ